ഹായ് ഗൈസ്, ദിസ് ഇസ് അനന്തു ഫ്രം റീബൂട്രിക്സ്. സോ നെക്സ്റ്റ് നമുക്കൊരു 3 ഗെയിമിംഗ് പി സീസിൻ്റെ ഓർഡേഴ്സാണ്. ഗെയിമിംഗ് പി സീസും പിന്നെ ഒരു സിമുലേറ്ററായിട്ടുള്ള യൂസ് ചെയ്യാനായിട്ടുള്ളൊരു പി സി ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു 3 പി സിയുടെ ഓർഡേഴ്സ് നമുക്ക് ഏകദേശം റിസീവ് ആയിട്ടുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് ഈ വീക്കിൽ, ഇതിപ്പോൾ സൺഡേ ആണ്, മാർച്ചിൽ ഇപ്പോൾ സൺഡേ ആണ്, ഈ വീക്ക് തിങ്കൾ ടു അടുത്ത സൺഡേ വരെ ഞാൻ ഈ മൂന്ന് പി സീസിൻ്റെ പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വ്ളോഗ് ടൈപ്പ് കണ്ടൻറ്റാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പി സി നമുക്കിപ്പം ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പാർട്സെല്ലാം എടുത്തിട്ട് ഞാനതിപ്പോൾ കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ വീഡിയോ ഫുള്ളും ഞാൻ ഓരോരോ പി സീസായിട്ട് ബിൽഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്ന പി സി. ഇതൊരു ആർക്കിടെക്റ്റിന് വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുന്ന പി സി ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5600F Ryzen 5 RTX 3050 16GB DDR4 RAM, അതുപോലെ തന്നെ B550യുടെ വൈഫൈ മദർ ബോർഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാബിനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെബ്രോണിക്സിൻ്റെ മാക്സിമസ് എന്ന് പറയുന്നൊരു വൈറ്റ് ക്യാബിനറ്റാണ്. വിത്ത് ഡീപ്പ് കൂളിൻ്റെ വൈറ്റ് ഒരു കൂളറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. ഈ പി സിയുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ 1TB SSD നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1TB അല്ല, 512GB SSD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു പി സി ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ പി സി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മദർ ബോർഡിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ എല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒന്ന് ടെസ്റ്റ് ബൂട്ട് അടിച്ച് നോക്കാം, എന്ന് വെച്ചാൽ എല്ലാ പാർട്സും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫാൻസ് സ്പിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ 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 പി സി ഓൺ ആയിട്ടുണ്ട്. CPU ടെമ്പറേച്ചറൊക്കെ നോർമലാണ്. അപ്പം പി സി ബൂട്ടായി വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ്. നമുക്കെന്താ നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പി സി എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GPU ടെസ്റ്റ്, CPU ടെസ്റ്റിങ്ങുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സ്പൈഡർമാൻ മൈൽസ് മൊറാൽസ് ആണ് നമ്മൾ ഈ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റിങ്സ് ഹൈറ്റ് സെറ്റിങ്സ് ആണ്. ഓക്കെ, നമുക്ക് ഈ സെറ്റിങ്സിൽ ഈ പി സി എത്ര FPS തരുന്നു എന്നുള്ള ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഗെയിം പ്ലേ എന്നാൽ നിങ്ങളിപ്പം കാണാൻ പോവാണ്. ഓക്കെ,
ഗൈസ് നമ്മൾ ഫസ്റ്റ് പി സി ഓൾറെഡി ഡെലിവർ ചെയ്തു. ഇതിപ്പോൾ ഒരു 2 days കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പി സി നമ്മൾ ബിൽഡ് ചെയ്തു. ആ വീഡിയോ ഒക്കെ കണ്ടതുപോലെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മളത് ഡെലിവർ ചെയ്തു. യൂസർക്ക് കിട്ടിയിട്ടുണ്ട്. യൂസർ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്താണ് നമുക്കുള്ളൊരു ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പി സിയാണ്. അപ്പോൾ ഞാൻ ആ പി സി ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ കാണിക്കും. സോ ഇത് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ഒരു ഓഫീസിലേക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പി സി ആയിരുന്നു. ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന അവർക്ക് വേണ്ടി ഒരു പി സി വേണമായിരുന്നു. അപ്പോൾ ആ ബില്ലിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ പി സിയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് വെളിയിലിട്ട് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിൻഡോസൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സോഫ്റ്റ്വെയർസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എടുക്കുമായിരുന്നു. അപ്പോൾ സ്പെക്ക് വരുന്നത് i5 4th ജനറേഷൻ ആയിരുന്നു സ്പെക്ക് വരുന്നത്. പിന്നെ 8GB DDR3 റാം, അത് 2 4GB യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1600 MHz. അതുപോലെ തന്നെ 240GB SSD ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു ക്യാബിനറ്റിലേക്ക് നമുക്ക് ഈ സബ്രോണിക്സിൻ്റെ ഈ ഫോഴ്സ് എന്ന് പറയുന്നൊരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ഈ ക്യാബിനറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഫുൾ ലുക്ക് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇത് പ്രത്യേകിച്ച് വലിയ എക്സ്ട്രാ സ്പെഷ്യലൊന്നുമല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വളരെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരാം, കാണിക്കാം. ഇതിനിടയ്ക്ക് 1-2 സൈഡ് പ്രൊജക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് റയറായിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു RTX 3070 Ti നമ്മൾ നമ്മുടെ ഒരു കസ്റ്റമർക്ക് തന്നെ സെയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കിട്ടിയപ്പോൾ ഒരു റയറായിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതിപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. അതല്ലാതെ തന്നെ ഡൽഹിയിൽ നിന്ന് നമ്മളൊരു കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു RX 9060 XT. അത് ഒരു സാഫയർ വൈറ്റ് എഡിഷൻ ആയിരുന്നു, പ്യുവർ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഓഫീസ് പി സി ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റിന് വേണ്ടിയിട്ടൊരു നെക്സ്റ്റ് ഒരു പി സിയാണ്. അത് ഏകദേശം 1 lakh rupees വരുന്ന അത്യാവശ്യം പ്രീ ഓൺഡ് പാർട്സെല്ലാം യൂസ് ചെയ്തുള്ള ഒരു ബിൽഡാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് നമുക്ക് പോവാം. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്സ്. ഫസ്റ്റ് RTX 3060, പിന്നെ Ryzen 7 5700X ആണ് യൂസ് ചെയ്യുന്നത്. ഇത് MSI B550 VDH വൈഫൈ ബോർഡാണ്. ഇത് ഓപ്പൺ ബോക്സ് എനിക്ക് കിട്ടിയൊരു ബോർഡായിരുന്നു. പുതിയ ബോർഡ് തന്നെ. ഇതിനകത്ത് ഒരു പ്രൊസസ്സറും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പം ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ 32GB റാമും വരുന്നുണ്ട്. ഇതൊരു 16GB സ്റ്റിക്ക് ചെയ്യാൻ വെറുതെ കാണാൻ വേണ്ടി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൽഡിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ബൂട്ട് ചെയ്യാൻ പോവുകയാണ് ഈ പി സി. അപ്പോൾ ലൈറ്റും ഫാൻസും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ആദ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് മാറ്റിയിട്ടാണ് ലാസ്റ്റിൽ പി സി നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. ഈ നമ്മൾ ലിക്വിഡ് കൂളർ നമ്മൾ വാറൻറ്റിയിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയത് കസ്റ്റമറിന് വേറൊരെണ്ണം മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ വീഡിയോയിലില്ല, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പി സിയുടെ ഫൈനൽ ലുക്ക്. ഇത് അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ളൊരു ക്യാബിനറ്റും ആ കളർ സിങ്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ലുക്കായിട്ടുണ്ട്.
നമ്മളിനി നെക്സ്റ്റ് നമ്മളൊരു ഗെയിം കൂടെ എന്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈബർ പങ്ക് 2077 കളിച്ച് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ ഏർലി മോർണിംഗ് തന്നെയാണ് ഈ ഗെയിം PC ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ PC എല്ലാം റെഡിയാക്കി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കസ്റ്റമറുടെ വീട്ടിൽ PC എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കും. കസ്റ്റമർക്ക് PC വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫുൾ സെറ്റപ്പിൻ്റെ ലുക്ക്. ഈ കീബോർഡും മൗസും കാര്യങ്ങളൊക്കെ പുള്ളി സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണ്. PC എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡേ. നമ്മൾ അടുത്ത PC ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ലാസ്റ്റ് 4th ബിൽഡാണ്. ഈ ബിൽഡ് കൂടെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അത്രയും PCs നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് ടെസ്റ്റിങ് കാര്യങ്ങളാണ്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതാണ് PCയുടെ ഫൈനൽ ലുക്ക്. ഈ ബിൽഡ് ഞാൻ ഫുള്ളി ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം കുറച്ച് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ബിൽഡ് ചെയ്ത് തീർക്കുകയായിരുന്നു. സോ ഇതിൽ ലാസ്റ്റ് വരെ ഫുള്ള് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു PC ഈ ഒരു ലെവലിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കസ്റ്റമർ നമ്മുടെ വീട്ടിൽ വന്ന് PC കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. VR കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. പുള്ളിയുടെ കയ്യിലൊരു മെറ്റാക്വസ്റ്റ് 3 ഉണ്ടായിരുന്നു. ആ VR വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഈ PCയിൽ മൈക്രോസോഫ്റ്റ് ഫ്ലൈറ്റ് സിമുലേറ്റർ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് VR യൂസ് ചെയ്തതിൻ്റെ. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനിയും കാണാം. ഓക്കെ, ബൈ.